നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. അനധികൃത മത്സ്യബന്ധനം നടത്തിയ 3 ബോട്ടുകൾ വൈപ്പിൻ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിൽ. അനധികൃത മത്സ്യബന്ധനം നടത്തിയ 3 ബോട്ടുകൾ വൈപ്പിൻ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലായി. കേരള മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് ലംഘിച്ച് കരവലി നടത്തിയതിനാണ് ഷാദുലി, നൂറുൽ ഹുദ, നിലാവ് എന്നീ 3 ബോട്ടുകളെ കസ്റ്റഡിയിലെടുത്തത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ആര്യ പി, മറൈൻ എൻഫോഴ്സ്മെന്റ് സർക്കിൾ ഇൻസ്പെക്ടർ മഞ്ജിത് ലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് 3 ബോട്ടുകൾ കസ്റ്റഡിയിലെടുത്തത്. വ്യാപകമായി ബോട്ടുകൾ കരവലി നടത്തുന്നതിനും ചെറുമത്സ്യം പിടിക്കുന്നതിനും ചൂണ്ടിക്കാണിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കർശന നടപടി ഫിഷറീസ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കൊല്ലംകോട് മുതൽ പറവൂർ പൊഴിക്കര വരെയുള്ള തീരത്തുനിന്ന് 30 മീറ്റർ ആഴപരിധിക്കും പറവൂർ പൊഴിക്കര മുതൽ ബംഗാരമഞ്ചേശ്വരം വരെയുള്ള തീരത്ത് നിന്ന് 20 മീറ്റർ ആഴപരിധിക്കുമുള്ളിൽ യന്ത്രവത്കൃത യാനം പ്രവർത്തിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ പക്കൽ നിന്നും സാധുതയുള്ള ലൈസൻസ് ഇല്ലാത്ത മത്സ്യബന്ധന യാനം കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ പ്രവേശിക്കുന്നതോ മത്സ്യബന്ധനം നടത്തുന്നതിനോ നിരോധിച്ചിരിക്കുന്നു. എന്നാൽ ലൈസൻസ് ഇല്ലാത്ത യാനത്തിന് യഥാവിധി ഫീസ് അടിച്ച് സ്പെഷ്യൽ പെർമിറ്റ് കരസ്ഥമാക്കി കേരളത്തിലെ തുറമുഖങ്ങളിലെയോ ഹാർബറുകളിലെയോ പ്രഖ്യാപിക്കപ്പെട്ട പ്രവേശനശാലയിലൂടെ കടന്നു പോകാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കേരള തീരത്ത് കരവലി നിരോധിച്ചിരിക്കുകയാണ്. കരവലി എന്ന് വെച്ചാൽ പരവൂര് പൊഴിക്കര മുതൽ ബംഗാരമഞ്ചേശ്വരം വരെയുള്ള ഭാഗത്ത് 20 മീറ്റർ ആഴപരിധിക്കുള്ളിൽ യന്ത്രവൽകൃത യാനങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അവിടെ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതിയുള്ളത്. ആ ഭാഗത്ത് മത്സ്യബന്ധനം നടത്തിയ, കരയോട് ചേർന്നുള്ള ഭാഗത്ത് മത്സ്യബന്ധനം നടത്തിയ 3 യാനങ്ങളെയാണ് ഇന്ന് വൈപ്പിൻ മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ഫിഷറീസ് വകുപ്പും സംയുക്തമായി നടത്തിയ പെട്രോളിങ്ങിൽ പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കരവലി നടത്തിയ 7 ബോട്ടുകളെ എറണാകുളം തീരത്ത് നിന്ന് പിടികൂടി നിയമ നടപടി സ്വീകരിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.